സോ ബീങ് എ പ്രൊഡ്യൂസർ, ഡയറക്ടേഴ്സ് മാത്രമല്ലല്ലോ, പ്രൊഡ്യൂസറും ആക്ടേഴ്സിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. സോ വർക്കിംഗ് വിത്ത് ആക്ടേഴ്സ്, ഇതൊരു പ്രൊഡ്യൂസറുടെ സൈഡിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു സെലിബ്രിറ്റിയോട് അല്ലെങ്കിൽ ഒരു താരത്തിനൊപ്പമാണ് വർക്ക് ചെയ്യുന്നത്. അത് എത്രത്തോളം ഈസിയാണ്? അല്ല അങ്ങനെയല്ല, ഓരോ ആർട്ടിസ്റ്റുകളും ഓരോ വിധമാണ്. ഓക്കെ. നമ്മൾ തന്നെ ഇപ്പം നമ്മുടെ തന്നെ വീട്ടിൽ കുറേ പേരുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ സ്വഭാവം അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ അവരായിരിക്കണമെന്നില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ അവർ കേൾക്കണമെന്നോ അങ്ങനെയില്ലല്ലോ. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകളുടെ ഒരു 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 സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളപ്പോൾ അവർക്കൊരു ഇൻകം മാത്രമാണ് കിട്ടിക്കൊണ്ടിട്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ സിനിമേനെ സംബന്ധിച്ച് ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, ഇവരങ്ങ് മതിമറക്കുകയാണ് ആക്ച്വലി സ്പീക്കിംഗ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഒരു ജനങ്ങൾ കാണിക്കുന്ന ഒരു സ്നേഹം ഞങ്ങളുടെ അടുത്തുനിന്ന് മുതലെടുക്കുകയാണ് ആക്ച്വലി. സീരിയസ്ലി? കാരണം ജനങ്ങളൊക്കെ ഈ കാണിക്കുന്ന ഇവരോടുള്ളൊരു സ്നേഹമുണ്ട്. ഒരു സെൽഫി എടുത്തോട്ടെ, ആൾ വരുന്നിടത്തുള്ള കൂട്ടം, ഇതൊക്കെ നമ്മുടെ അടുത്ത് ഇവരങ്ങ് പെർഫോം ചെയ്യുകയാണ്, എൻകാഷ് ചെയ്യുന്നുണ്ട്. അല്ല തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു എന്താ പറയുക, നമ്മുടെ ബിസിനസ്സിനനുസരിച്ചാണോ ഇവർ ശമ്പളം വാങ്ങുന്നത്? ഇപ്പം ഇവർക്കുള്ള ഫെസിലിറ്റീസ് എല്ലാം ഇത്രയും ഇതിൻ്റെ ആവശ്യങ്ങൾ ഇപ്പം ഇവനുണ്ടോ? ഇതെല്ലാം ഫുൾ സാറ്റിസ്ഫൈഡോടു കൂടിയാണോ മുഴുവൻ പ്രൊഡ്യൂസർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പം നമ്മൾ പല കാര്യങ്ങളും പല ആർട്ടിസ്റ്റുകളായിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഇപ്പം ഇവൻ വരുവാണ്. ഓക്കെ. അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ പോലും പലതരം കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പല പല ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ നിന്ന്. പുതിയ ഒരു നിർമ്മാതാവ് ഇപ്പോൾ ഇതിലേക്ക് ഇപ്പം വരുമ്പോൾ, ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, പലരെ, കാരണം നമ്മളൊരു സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ നമ്മൾ പല പ്രൊഡ്യൂസേഴ്സിൻ്റെയും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതൊരു സിനിമയുടെ ഒരു നടന്മാർ ആയി കഴിയുമ്പോൾ, അതായത് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കൊരു വേറെ ക്യാരക്ടർ വരുവാണ്. കാരണം നമ്മൾ, അതായത് എന്താണെന്ന് വെച്ചാൽ, ഇവർക്കങ്ങ്, അതായത് പിന്നെ എല്ലാം ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയാണ്. ആള്, കൂട്ടം, പരിപാടികളെല്ലാം കൂടെ ഇപ്പം വരുമ്പോൾ ഇവരെന്തിനെയൊക്കെയോ വിട്ടുപോവുക, മറന്നു പോവുക, ബ്ലണ്ടറായിട്ട് സംസാരിക്കുന്ന പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ പറയുന്ന സെലിബ്രിറ്റി, ഈ ആക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഇവരൊരു സെലിബ്രിറ്റിയാണ്, ഒരു താരമാണ്, ഒരു ഹാഷ് പോസ്റ്റ് ലൈഫ് ഈ പറയുന്നൊരു സംഗതി. അല്ലെങ്കിൽ ഇവർ വരുന്ന, ഇപ്പോൾ ഈ ഒരു മുറിയിലേക്ക് ഒരു വലിയ താരം കടന്നു വന്നാൽ ഇവിടെ ഒരു ഔറ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രതീതി ഉണ്ടാവും, ഇവിടെ ഈ മുറിയിൽ ഒരു താരമുണ്ട് എന്ന് പറഞ്ഞ സാധനം. 50 പേരുടെ നടുക്ക് നിർത്തിയാൽ പോലും ഇവരെ ഒരു താരമാണെന്ന് നമ്മൾ തിരിച്ചറിയും. അത്തരം ഒരു ഹാഷ് പോസ്റ്റ് എലമെൻറ്റുകൾ. അറ്റ് ദ സെയിം ടൈം ഇൻ്റർവ്യൂസിൽ പല താരങ്ങളും പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, സിനിമകളിൽ പണ്ട് ഈ പറഞ്ഞ പോലെ ക്യാരവൻ കൾച്ചർ വരുന്നതിന് മുമ്പേ ഒരുമിച്ച് കസേരയിട്ടിരുന്ന് വർത്തമാനം പറഞ്ഞ് കഥകൾ പറഞ്ഞ് ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമായിരുന്നു എന്ന്. എന്നാൽ ഇന്ന് ഒരു പ്രൊഡ്യൂസർ ഇങ്ങനെ നമുക്ക് സംസാരിച്ചിരുന്നാലോ, ക്യാരവൻ വേണ്ടാന്ന് വെക്കാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും? ഒരു ചെറിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര സെൻസിറ്റീവായിട്ട് മാറുവാണ്. ഓക്കെ, പറഞ്ഞു മനസ്സിലായി. അപ്പം വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും സെൻസിറ്റീവായിട്ട് മാറുമ്പോൾ നമുക്കൊരു പരിപാടി ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം നമുക്കൊരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നൊരു സാധനം അവിടുന്ന് പോവുകയാണ്. അപ്പം നമുക്ക് മുന്നിൽ വന്ന് നിൽക്കാൻ വേറൊരാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടിട്ട് അവർ മുഖാന്തരം ആ കാര്യങ്ങൾ ചെയ്യുക. കാരണം നമ്മളിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, നേരിട്ട് റഫറി പോലെ നമ്മൾ ഒരാളെ കൊണ്ട് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് പല കാര്യങ്ങളും. കാരണം അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പം ഇവൻ വന്നുകൊണ്ടിട്ടിരിക്കുകയാണ്. സിനിമ നമുക്കും പാഷനാണ്, നമ്മളും ഇഷ്ടപ്പെടുന്നു, ഇവരെക്കാൾ കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നു. ബട്ട് വി ആർ നോട്ട് ആക്ടേഴ്സ്. ഞങ്ങൾ ആക്ടറല്ല, മനസ്സിലായോ? നമ്മൾ ആക്ട് ചെയ്യുന്നുണ്ട്, ഇവരുടെ അടുത്താണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്, മനസ്സിലായോ? നമ്മൾ സ്ക്രീനിന് മുന്നിലല്ല നമ്മൾ ആക്ട് ചെയ്യുന്നത്, ഇവരുടെ മുന്നിലാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. എന്താണെന്നറിയോ, നമ്മൾ നമ്മുടെ വേദനകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഇവർക്കത് മനസ്സിലാകാത്ത പോലെ ഇവരിങ്ങോട്ട് ആക്ട് ചെയ്യുമ്പോൾ ചിലപ്പോഴേ എല്ലാ സമയവും നമുക്ക് പൊട്ടിത്തെറിക്കാൻ പറ്റത്തില്ല. പക്ഷെ എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കും, ആരെങ്കിലും ഒക്കെ പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഇതൊക്കെ ചിതറും. പറഞ്ഞു മനസ്സിലായോ? നമ്മളൊരു സിനിമക്കാരാണ്, സിനിമയിലുള്ളവരാണ്, മറ്റുള്ളവരെന്നൂടെ ഉള്ള മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നിടത്താണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. ഓക്കെ. ഈ പ്രസ് മീറ്റുകൾ കണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ അസോസിയേഷൻ ലിസ്റ്റിനടക്കമുള്ള ആളുകൾ പല പ്രസ് മീറ്റുകളിലും നമ്മൾ സംസാരിച്ച് കേട്ടൊരു കാര്യമാണ് ആക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ കുറയ്ക്കുന്നതിനെ പറ്റി. എന്നാൽ ചില ആക്ടേഴ്സിൻ്റെ പ്രതികരണങ്ങൾ നമ്മൾ അങ്ങേ സൈഡിൽ കേട്ടിട്ടുള്ളത്, നമ്മളോട് ആരും ഇതുവരെ റെമ്യൂണറേഷൻ കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ഇതിനിടയ്ക്കൊരു അന്തരമുണ്ടോ? നിങ്ങൾ ആക്ച്വലി പറയാത്തതാണോ, അതോ നിങ്ങൾ പറയാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണോ? ആ സിനാരിയോ എന്താണ് ആക്ച്വലി? അങ്ങനെയല്ല, ഇപ്പോൾ ഓരോരുത്തരോടും ഇപ്പം ഈവൻ ഓരോ രീതിയിലാണല്ലോ, മനസ്സിലായി. ഇപ്പം നിലനിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഈ ഇൻഡസ്ട്രിയിൽ 5% ആളുകളിലെ മാത്രമാണ് പൈസ കൊണ്ടിട്ട് ഫുൾ പൈസ കൊണ്ടുവന്നിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന
ആൾക്കാരെന്ന് പറയുന്നത് ലെസ് ദാൻ 5% ആണ്. അതായത് സോളിഡ് ക്യാഷ് കയ്യിൽ വെച്ചുകൊണ്ട് ലെസ് ദാൻ 5%. അപ്പോൾ അത് മനസ്സിലാക്കിയോ. ബാക്കിയുള്ള ആൾക്കാരെന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റിലും ലോൺ എടുത്തും ഇൻട്രസ്റ്റിന് വാങ്ങിയിട്ടും അങ്ങനെ സിനിമയോടുള്ള ആഗ്രഹം മൂത്ത് അങ്ങനെ സിനിമ പൂർത്തീകരിച്ച് സിനിമ വെളിയിൽ കൊണ്ടുവരുന്നവരാണ് മറ്റ് പലരും. ഇപ്പം നമ്മുടെയൊക്കെ തന്നെ അസോസിയേഷനിലുള്ളവരായിക്കോട്ടെ, മറ്റാളുകളൊക്കെ ആയിക്കോട്ടെ, ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൈസ വാങ്ങുകയും കൊടുക്കുകയും തിരിക്കുകയും മറിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് നമ്മളൊക്കെ പടം എടുക്കുന്നത്. അന്ന് കുറേ അധികം ആൾക്കാർ, കുറച്ച് ആൾക്കാർ, ലിമിറ്റഡ് ആൾക്കാർ വന്നിട്ട് പൈസ വെച്ചുകൊണ്ടിട്ട് മാത്രം പടം എടുക്കുന്നുണ്ട്. അവർക്ക് സിനിമയെ പറ്റി ഒന്നും അറിയത്തില്ലായിരിക്കാം. ഇതിലേതാണ് ലാഭകരം അല്ലെങ്കിൽ ഇപ്പം നമ്മളൊക്കെ സിനിമയിൽ നമ്മൾ ആർട്ടിസ്റ്റിനോട് നമ്മൾ ശമ്പളം കുറയ്ക്കണം എന്ന് പറയുന്ന ആൾക്കാരാണ്. എനിക്ക് 100 രൂപ സിനിമയിൽ ഈ ലാഭം കിട്ടുവാണെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്ത് 25 രൂപ മതി ആക്ച്വലി. ബാക്കി നിങ്ങൾ 75 ആരാന്ന് വെച്ചാൽ എടുത്തോട്ടെ. കുറയ്ക്കുന്നവർ, നിങ്ങൾക്ക് ശമ്പളം വേണ്ടാത്തവർ, നമ്മൾ പ്രോഫിറ്റ് 100% ഉണ്ടാക്കുന്ന ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഷെയർ എടുത്തോന്ന്. അങ്ങനെ ഓഫർ ചെയ്യാറുണ്ടോ നിങ്ങൾ? അതായത് സാലറി കുറച്ചിട്ട് പകരം പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത് അല്ല, നമ്മളിപ്പോൾ മെയിൻലി നമ്മുടെ ഇപ്പോൾ ഒരു വലിയ ഡയറക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അതും വർക്കൗട്ട് ആവുള്ളൂ. പറഞ്ഞു മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രോഫിറ്റ് ഷെയർ കൊടുത്തോണ്ടിട്ട് അതിൻ്റെ അകത്ത് കാര്യം ആവുന്നില്ല. കാരണം ഇന്നിപ്പോൾ ഇവിടുത്തെ ഒരു കളക്ടറുടെ ശമ്പളം എന്താണ്, പോലീസ് അല്ലെങ്കിൽ ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ ശമ്പളം എന്താണ്, അല്ലെങ്കിൽ വന്നിട്ട് ഒരു പാറമടയിൽ ഒരു ഫുൾ പണിയെടുക്കുന്നവരുടെ ശമ്പളം എന്താണ്, ഒരു സിനിമാ നടൻ്റെ അല്ലെ സിനിമയിലുള്ള ആൾക്കാരുടെ ശമ്പളം എത്രയാണ്, പറഞ്ഞു മനസ്സിലാവും. അപ്പം ഈ അൺലിമിറ്റഡ് എന്തുകൊണ്ടിട്ടാണ് ഈ സിനിമയിലുള്ളവർക്ക് മാത്രം ഇങ്ങനെ വലിയ വലിയ വണ്ടികളും പരിപാടികളും, അത് ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ എടുക്കാൻ പറ്റുന്നത്, സിനിമയിൽ കിട്ടുന്നത് എന്ന് പറയുന്ന അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുവാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അൺലിമിറ്റഡ് ആയിട്ട് ഇപ്പോൾ ഇവൻ കിട്ടും. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ എടുക്കാനായിട്ട് ഇവൻ പറ്റുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം ലിമിറ്റഡ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ പല പ്രാവശ്യം ആലോചിക്കും. മനസ്സിലായോ? അപ്പം ആ ഒരു കാര്യം കൂടെ ഈ സിനിമയ്ക്കകത്ത് ആപ്ലിക്കബിൾ ആണ്. സോ ഈ പറഞ്ഞ നമ്മൾ ഈ പൈസ റോൾ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പം ഞങ്ങളുടെയൊക്കെ വിചാരം പൊതുവേ നിങ്ങൾ ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു ഭയങ്കര കാശുകാർ, സിനിമാ താരങ്ങളെ പോലെ തന്നെ അല്ലെങ്കിൽ ആ സിനിമ ആക്ടേഴ്സിനേക്കാൾ കാശുള്ളവരാണ് പ്രൊഡ്യൂസേഴ്സ്. നിങ്ങൾക്കും ഈ EMI ഒക്കെ തന്നെയാണല്ലേ? അല്ല, തീർച്ചയായിട്ടും പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്, പല പല ബിസിനസ് ചെയ്യുന്നവരുമുണ്ട്. സിനിമേനെ മാത്രം ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പം ഇവന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ശരിയാവത്തില്ല. ഒരു അഭിനേതാവ് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് മെയിൻ ആർട്ടിസ്റ്റ് ആളുടെ ശമ്പളം പോയി കഴിഞ്ഞിട്ട് ഇന്ന ഒരു ഇൻകം ആ പടത്തിനുണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ട് അറ്റ്ലീസ്റ്റ് ആളുടെ സാലറിയെ പോയിട്ടുള്ളൂ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേ ഒരു ചായക്കടക്കാരൻ എന്താണെന്ന് വെച്ചാൽ ചായ അടിക്കാൻ അറിയാവുന്ന ഹോട്ടൽ നടത്തുവാണെങ്കിൽ മിനിമം ആ ഹോട്ടൽ നടത്താൻ പറ്റുമെന്ന് പറയുന്ന പോലെ ഒരു അഭിനേതാവ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ആളുടെ സാലറി കിട്ടിയില്ല എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. ഈ മലയാള ഇൻഡസ്ട്രിയിൽ മാത്രമാണ് ഇത്രയും ആർട്ടിസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ തമിഴിലൊന്നും ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. കാരണം അത് അത്രയും റിസ്ക്കിലാണ് പരിപാടികൾ കൊണ്ടിട്ടിരുന്നത്. ഈ വേറെ ബിസിനസ്സുകളെ പറ്റി പറഞ്ഞപ്പോൾ ലെസ്റ്റൻ സ്റ്റീഫന് മാജിക് ഫ്രെയിംസ് എന്ന പ്രൊഡക്ഷൻ ഹൗസ് മാത്രമല്ല, യു ഓൺ സിഫ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇപ്പോൾ സൗത്ത് ഫ്രെയിംസ് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിലെല്ലാം ഈ മാജിക് ഫ്രെയിംസ് എന്ന് പറഞ്ഞ പേര് ബോബി സഞ്ജയ് ആണ് ഇട്ടതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോഴും ലിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ഫ്രെയിംസ് എന്ന വാക്ക് വേണം എന്നായിരുന്നു. സൗത്ത് ഫ്രെയിംസിലേക്ക് എത്തിയപ്പോഴും വീണ്ടും ഫ്രെയിംസ് ഉണ്ട്. എന്താണ് ഈ ഫ്രെയിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സിനിമയ്ക്ക് ഒരു പ്രൊഡ്യൂസർ വരയ്ക്കുന്ന ഒരു ബജറ്റിൻ്റെ ബൗണ്ടറി ഫ്രെയിമാണോ, അതോ സിനിമയുടെ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫിയുടെ ക്യാമറയുടെ ഫ്രെയിമാണോ? എന്താണ് ഈ ഫ്രെയിം എന്ന വാക്ക് വരാനുള്ള റീസൺ? എല്ലാത്തിനും നമ്മൾ എന്താ പറയുക, ഒരു ബൗണ്ടറി വേണമല്ലോ. എല്ലാത്തിനും ഒരു ഫ്രെയിം വേണം. നമ്മളൊരു സംസാരത്തിന് പോലും ഒരു ലിമിറ്റ് വേണം. മനസ്സിലാവും? ഒരു ലിമിറ്റ് കൂടുതൽ അല്ല, ഭക്ഷണമാണെങ്കിലും കഴിക്കുന്ന ഒരു ലിമിറ്റ് നമുക്ക് വേണം. സോ എല്ലാത്തിനും ഒരു ലിമിറ്റ്, എല്ലാത്തിനും ഒരു ഫ്രെയിം വേണം. മനസ്സിലായോ? അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇപ്പോൾ സൗത്ത് ഫ്രെയിംസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇപ്പം തുടങ്ങുമ്പോൾ നമ്മൾ മാജിക് ഫ്രെയിംസിനോട് അറ്റാച്ച് ആയിട്ടുള്ള ഒരു സ്ഥാപനം ആയതുകൊണ്ടിട്ട് ഇതും ഒരു ഫ്രെയിംസിലൂടെ ഈവൻ പോകാമെന്ന് തോന്നിയിട്ട് ഈവൻ ഇട്ടുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ സിഫ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാലത്തേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു രാഷ്ട്രീയക്കാരൻ ഒരു മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ ഒരു MP ആയിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ആളുടെ സ്ഥാനം പോയി കഴിയുമ്പം അതിൽ കാര്യമില്ലല്ലോ. ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ടാവും. മനസ്സിലാവും? ഒരു അധികാരം ഉള്ളപ്പോഴും അധികാരം ഇല്ലാത്തപ്പോഴും രണ്ട് റിസൾട്ടാണല്ലോ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഫുൾ സ്വിങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങൾ ഇതിനോട് താല്പര്യമുള്ളവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ലിമിറ്റേഷനിൽ
നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ പോയിക്കൊണ്ടിട്ടിരിക്കുന്ന ജീവിതത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ആ തോന്നലിൻ്റെ ഭാഗമാണ് നമ്മളിതൊക്കെ തുടങ്ങിയതിന് റീസണും അതാണ്. ഓക്കെ. ആരുടെ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുമ്പോഴും അങ്ങനെ സിമിലർ ആവുന്ന കോമൺ ആവുന്ന കുറേ കാര്യങ്ങൾ ഇപ്പം ഇവനുണ്ടാവും. ഓക്കെ. ഇപ്പം നമ്മളിപ്പം സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു ഫെയിമിൽ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതുകൊണ്ടിട്ട് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മളെയൊക്കെ കാണാറുണ്ട്, അപ്പം കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ നടന്മാരുടെ കൂടെ നിൽക്കാറുണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നമ്മളെ അങ്ങ് പരിചയപ്പെടുവാണ് ആൾക്കാർ, എവിടെയെങ്കിലും ഫേസ് ഫെമിലിയർ ആവുകയാണ്. പക്ഷേ ഇതിലും ഫെമിലിയർ ആകുന്ന വേറൊരു വേൾഡുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാമിലും മറ്റേ ഫേസ്ബുക്കിലും ഒക്കെ ചെറിയ ചെറിയ എന്താ പറയുക വീഡിയോസൊക്കെ ഇട്ട് ഷെയർ ചെയ്യുന്നവരൊക്കെ നമ്മൾ പല സിനിമകളിലും കാണാം. ഇപ്പം എന്ന് പറയുന്നത് എന്താണ്, പണ്ട് ഈ മീഡിയം ഇത്ര ഇല്ല, പറഞ്ഞ് മനസ്സിലായി. അപ്പോൾ അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊന്നും ഇത്ര അവൈലബിൾ അല്ലാത്തതുകൊണ്ടിട്ട് സിനിമ തന്നെയായിരുന്നു ഒരു മെയിൻ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന കാര്യം. ഇന്നെന്ന് പറയുന്നത്, ഇന്ന് ഇൻസ്റ്റയിൽ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഇടാം, റീൽസായിട്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ എന്ത് കാര്യങ്ങളും ഇങ്ങനെ ഇടാം. അപ്പോൾ അവരൊക്കെ പോവാണ്. അപ്പോൾ ഒരു സിനിമാ നടൻ്റെ അല്ലെങ്കിൽ സിനിമ പിന്നെ ഒരു അഭിനേതാവിനേക്കാൾ കൂടുതൽ റീച്ചായിട്ടുള്ള എന്തോരം പേരുണ്ട്. ഓക്കെ. ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോ റീൽസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ. അപ്പം അവരൊക്കെ വരുമ്പോഴത്തേനും ചിലർ, ഞാൻ പോലും ഇപ്പം ഇവനെ അറിയത്തില്ല കേട്ടോ, കാരണം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ളവരൊക്കെ അവരൊക്കെ വരുമ്പോഴത്തേനും എന്തൊരു കൈകൊട്ട് എന്തൊരു ബഹളമാണ്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഒരു വേറൊരു പാർലർ ആയിട്ടുള്ള ഒരു വേറൊരു വേൾഡും നമുക്കൊപ്പം ട്രാവൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഒരു സത്യം. ഈ ആക്ടേഴ്സിനെ ശരിക്കും പറഞ്ഞാൽ ഹയർ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, ഡേറ്റ്സ് വാങ്ങുന്ന കാര്യം പറഞ്ഞല്ലോ, മണിക്കൂറുകൾക്ക് പെയ്ഡാണല്ലോ. ഓരോ മണിക്കൂറിനും എത്രയോ ലക്ഷങ്ങൾ അല്ലെങ്കിൽ എത്രയോ ആയിരങ്ങൾ പെയ്ഡ് ആവുകയാണല്ലോ. ഒരു പ്രൊഡ്യൂസർക്ക് പ്രൊഡക്റ്റീവ്ലി ഒരു ആക്ടറുടെ 60 ദിവസം മേടിച്ചാൽ, 60 ഡേറ്റ്സ് ദിവസങ്ങളുടെ ഡേറ്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവ്ലി എത്ര മണിക്കൂറുകൾ ഒരു പ്രൊഡ്യൂസർക്ക് അതിൽ കിട്ടുന്നുണ്ട്? അല്ല, അങ്ങനെയല്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഇതിൻ്റെ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പം വരുന്ന ഒരു 10 മണിക്കും 11 മണിക്കും വരുന്ന ആർട്ടിസ്റ്റുകളുണ്ട്, മനസ്സിലായി. ഇപ്പം നേരത്തെയൊക്കെ 7 മണിക്ക് ഫസ്റ്റ് ഷോട്ട് ഇപ്പം വെച്ചുകൊണ്ടിട്ടിരുന്നതാണ്. ഇപ്പം അതൊക്കെ കുറേ താമസിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ അനുസരിച്ച് ഇതിൻ്റെ ഷൂട്ട് നീണ്ടു പോവാണല്ലോ. ഓക്കെ. അപ്പോൾ അതുകൊണ്ടിട്ട് അതൊക്കെ നമ്മളെ ബാധിക്കാറുണ്ട്. കാരണം നഷ്ടപ്പെടുന്ന മണിക്കൂറുകളല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മെയിൻ ആർട്ടിസ്റ്റുകളൊക്കെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും ഷൂട്ട് നീണ്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രാ ചാർജ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒരു ഷൂട്ടിങ് വെച്ചിട്ട് ഒരു 50 ദിവസം എന്നുള്ള 75 ദിവസമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറമാനൊക്കെ ആയിക്കോട്ടെ, അപ്പം അവരൊക്കെ എക്സ്ട്രാ പൈസ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഇതൊന്നും പ്രൊഡ്യൂസറുടെ ഒരു ഇത് കൊണ്ടിട്ടല്ലല്ലോ, മനസ്സിലായി. ഇപ്പം നമ്മൾ അല്ല അതാണ്. അപ്പം അതായത് അപ്പം അതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എപ്പോഴും പ്രൊഡ്യൂസർ അസോസിയേഷനിൽ കംപ്ലൈൻ്റ് ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞ നമ്മളിപ്പോൾ ഒരു 60 ദിവസം കൊണ്ടിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സിനിമ അത് 100 ദിവസം ആക്കാനായിട്ട് ഒരിക്കലും ഒരു പ്രൊഡ്യൂസർ ചിന്തിക്കത്തില്ല. 60 ദിവസം പ്ലാൻ ചെയ്യുന്ന 50 ദിവസം കൊണ്ട് തീർക്കാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിട്ടിരിക്കുന്നത്. പല കാരണങ്ങളായതുകൊണ്ടിട്ട് ചിലപ്പോൾ ലൊക്കേഷനിൽ വരുമ്പം കുറച്ച് സീനോട് എടുത്തേക്കാന്ന് തോന്നുവാണ്. അപ്പോൾ ഇങ്ങനെയും കൂടി ഒന്ന് പിടിച്ചാലോ, ഒരു പാട്ടാടി. അപ്പോൾ ചില സിനിമകളിൽ ഇതൊക്കെ സംഭവിക്കാറുണ്ട്. ചിലയിടത്ത് നമ്മൾ വിചാരിച്ച പോലെ ഷൂട്ട് ചെയ്യത്തില്ല, വളരെ സ്ലോ ആയിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ ദിവസങ്ങൾ കൂടി പോകാറുണ്ട്. ദിവസങ്ങൾ കൂടുന്നത് കൊണ്ടിട്ട് പ്രൊഡ്യൂസർക്ക് ഒരു ബെനിഫിറ്റും ഇല്ല, മനസ്സിലായോ. അപ്പം ആ പ്രൊഡ്യൂസർക്ക് മറിച്ച് എന്താ സംഭവിക്കുന്നത്, ദിവസം കൂടുന്നതുകൊണ്ടിട്ട് ഇതിൻ്റെ ബഡ്ജറ്റ് മാത്രമേ കൂടുന്നുള്ളൂ. ഒരു സിനിമേനെ ഇനി വിൽക്കാൻ പറ്റിയാലും ഒന്നായിട്ടേ വിൽക്കാൻ പറ്റുള്ളൂ. 60 ദിവസം എന്ന് പറഞ്ഞ് ഷൂട്ട് ആരംഭിച്ച സിനിമ അത് 120 ദിവസം ആയെങ്കിൽ അതിന് 2 സാറ്റലൈറ്റ് വിൽക്കാൻ പറ്റത്തില്ല, 2 ഡിജിറ്റൽ വിൽക്കാൻ പറ്റത്തില്ല, സിനിമ പാർട്ട് 1 പാർട്ട് 1 പാർട്ട് 2 ആവുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ ഉണ്ട്. അപ്പം സിനിമയിലുള്ളവർ, സിനിമയിൽ വർക്ക് ചെയ്യുന്നവർ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൂടെയൊക്കെ കുറച്ച് മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഇവൻ നിന്നാലേ ഉള്ളൂ ഇപ്പം സിനിമ വ്യവസായം നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. ഇപ്പോൾ ഫെഫ്കയിലൊക്കെ ജോലിയില്ലാത്ത ഇഷ്ടം കൂടി ആൾക്കാരാണ് ഇപ്പോൾ ഇവനുള്ളത്. ഇതൊക്കെ ഞങ്ങളുടെ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ വരാറുണ്ട്. എടാ, നിങ്ങൾക്ക് അവർ അത് ബുദ്ധിമുട്ടാണ് ഇന്നയാളെ വെക്ക് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഇപ്പം വന്നുകൊണ്ടിട്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു സിനിമ എടുക്കുമ്പോൾ നമ്മളാരും ശത്രുക്കളല്ല, സിനിമ പ്രൊഡ്യൂസേഴ്സ് ശത്രുക്കളല്ല. അതിൻ്റെ ബഡ്ജറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ നിങ്ങളുടെ റെമ്യൂണറേഷൻ നിങ്ങൾ കുറയ്ക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ശത്രുക്കളല്ല ഒരിക്കലും. സിനിമയുടെ ഇപ്പം ഒരു അഭിനേതാക്കളാണെങ്കിലും ടെക്നീഷ്യൻ ആണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, ഈ പ്രൊഡ്യൂസേഴ്സൊക്കെ ഇത്ര കാലങ്ങളായിട്ടുള്ളവരാണല്ലോ, ജെന്യുവനായിട്ടുള്ളവരാണല്ലോ, ഇത്ര വർഷങ്ങളായിട്ട് ഈ സിനിമയോടൊപ്പം ട്രാവൽ ചെയ്യുന്നുണ്ടല്ലോ, ഇത്രയും വർഷമായിട്ട് അവരൊക്കെ എത്രയോ സിനിമകൾ എടുത്തിട്ടുണ്ട്, എത്രയോ ടെക്നീഷ്യൻസിന്
ശമ്പളം കൊടുത്തിട്ടുണ്ട്, എത്രയോ ഇതിൻ്റെ കൂടെ സിനിമയായിട്ട് നിന്ന് പോകുന്ന ജോലിക്കാർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്, അവരുടെ ഭവനം കഴിഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ ഇവരെ പോലെയുള്ള ആൾക്കാർ 100% റിസ്ക് എടുത്തിട്ടല്ലേ എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഓക്കെ. അപ്പം അതുകൂടെയൊക്കെ ഒന്ന് നമ്മൾ മനസാക്ഷിപരമായിട്ടൂടെ ചിന്തിച്ചുകൂടെ പോയാലാണ് ഈ ഇൻഡസ്ട്രി നല്ല രീതിയിൽ കുറച്ചുകൂടെ ഇപ്പം മുന്നോട്ട് പോകുള്ളൂ. എല്ലാം നമുക്ക് തന്നെ മാക്സിമം ഈ പടത്തിൽ തന്നെ എല്ലാം മുതലാക്കണം, 1, 2, 3 പടത്തിൽ തന്നെ നമ്മൾ മാക്സിമം ശമ്പളം വാങ്ങിച്ച് സെറ്റാവണം എന്ന് ചിന്തിക്കുന്ന അല്ല, അതാണ് പറയുന്നത്. അപ്പോൾ ആ സെറ്റിൽ ആവണമെന്ന് ചിന്തിക്കുന്ന ചിന്താഗതിയെ റോങ് ആണ്. നമ്മൾ പടിപടിയായിട്ട് ഉയരുകയാണ് വേണ്ടത്. അപ്പം ഉയരുന്നതോടൊപ്പം നമ്മുടെ മനസാക്ഷി നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മുടെ ഒരു ഹൃദയത്തിൽ നിന്ന് ഒരു തീരുമാനങ്ങളൂടെ എടുക്കുക, മൈൻഡിൽ നിന്ന് മാത്രം എടുക്കാതെ ഞാൻ സ്റ്റിക്ക് ഓൺ ആയിട്ട് എനിക്ക് ഇത്ര കിട്ടിയാലേ ഉള്ളൂ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ പല സിനിമകളും നമ്മൾ പലിശയ്ക്ക് എടുത്തിട്ടൊക്കെ ചെയ്യുമ്പോഴും ഒരു മാസം താമസിക്കുമ്പം തന്നെ ആ സിനിമ നമ്മൾ സെപ്റ്റംബർ റിലീസ് ചെയ്യാം എന്ന് പറയുന്ന സിനിമ ഒക്ടോബറിലേക്ക് ആകുമ്പോൾ എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് അതിൻ്റെ അകത്ത് ഒരു ഇൻട്രസ്റ്റ് പാർട്ടായിട്ട് തന്നെ വരുന്നത്. അത് ബിസിനസ് നടന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ OTT ഒക്കെ പറയുന്ന പോലെ റിലീസ് ചെയ്യാനായിട്ടൂടെ തുടങ്ങിയാൽ 4-5 മാസങ്ങൾ മാറ്റുമ്പോൾ കോടികളാണ് പോകുന്നത്. അപ്പോൾ ആ സിനിമ സക്സസ് ആയാൽ പോലും ആ നിർമ്മാതാവിന് ഒന്നും കിട്ടുന്നില്ലാത്ത രീതിയിലേക്കാണ് ഇത് വരുന്നത്. കാരണം പ്രൊഡ്യൂസേഴ്സിന് ഇത് വെളിയിൽ നിന്ന് ഞങ്ങൾക്കിത് ലോസാന്ന് പോലും പറയാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലോസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെയാണെങ്കിലും ഒരു പൈസ ലോൺ പോയി വാങ്ങണമെങ്കിൽ അതും കിട്ടത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് പാവം പ്രൊഡ്യൂസേഴ്സ് അതും പുറത്ത് പറയത്തില്ല. ഓക്കെ. ഈ സിനിമയുടെ പോലും അതായത് ഇതിൻ്റെ വരുമാന കണക്കുകൾ വന്നിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്താണ് പറയുക പുറത്തേക്ക് വിട്ടു തുടങ്ങി. എന്തുകൊണ്ടിട്ടാണ്? പ്രൊഡ്യൂസേഴ്സിൻ്റെ നിരന്തരമായിട്ടുള്ള കംപ്ലൈൻറ്റ് കാരണം ഇവർ സഹിക്കാൻ പറ്റുന്നില്ല, ബഡ്ജറ്റുകൾ കയ്യിൽ നിൽക്കുന്നില്ല, കണ്ടമാനം കൂടിപ്പോകുന്നു. അപ്പോൾ ഇതൊരു അസോസിയേഷൻ ഇടപെടണം, നിങ്ങൾ സംസാരിക്കണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഇപ്പോൾ ഈവൻ നടന്നു പോയത്. ഓക്കെ. നമ്മളിത് പാൻ ഇന്ത്യൻ ലെവലിൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 2 കോടി രൂപയും കൂടെ അഡീഷണൽ ആവും. പക്ഷേ ഇതൊന്ന് ഒരു ഓപ്പണിങ് കിട്ടിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പ്രൊമോഷൻസ് പല ആൾക്കാരും എടുക്കാറുണ്ട്. പിന്നെ